ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ആക്ച്വലി അനിയൻ്റെ ഫസ്റ്റത്തെ സ്കേറ്റിംഗ് ഇവൻ്റാണ് നടക്കാൻ പോണത് കേട്ടോ. സ്കേറ്റിംഗ് റേസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല കേട്ടോ, അനിയൻ്റെ ഫസ്റ്റത്തെ ഇവൻ്റാണ് നടക്കാൻ പോണത്. സോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തലൂര് ഡെക്കാത്ലോണിലാണ് കേട്ടോ. ഇവിടെയാണ് ഇവൻ്റ് നടക്കുന്നത്. 2 ഇവൻ്റായിട്ട് നടക്കുന്നത്. ഒരെണ്ണം കിഡ്സിൻ്റെ ഒരു റേസ് സംഭവമായിട്ട് നടക്കുന്നുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അതുപോലെ തന്നെ ഓൾ കേരള ലെവലിൽ സ്കേറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തുനിന്നും വരുന്നുണ്ട് സ്കേറ്റിംഗ് ചെയ്യുന്നവരും പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരും. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സോ സൂപ്പർ എക്സൈറ്റഡ് അനിയൻ്റെ ഫസ്റ്റത്തെ ഇവൻറ്റ് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ ഔട്ട്ഫിറ്റ് നോക്ക്, ഏതാ മൂഡ്, പൊളി മൂഡ്. എടാ നമുക്ക് ചൂട് എടുക്കടാ. സ്കേറ്റിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് വേണമെന്നുണ്ടോ? പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. നിക്ക് ഇവിടെ നിക്ക്. ഹായ് ഹായ്, നമ്മളന്ന് വന്നിട്ടുണ്ടായിരുന്നോ? ആ മിസ്റ്റർ പവൻ തന്നെയല്ലേ പേര്? ഹായ് ഹായ് ബ്രോ. അനക് ഓക്കെ. എത്ര പേര് വരുന്നുണ്ടെന്ന് അറിയോ? എന്തായാലും ഓൾ കേരള ഇവന്റ് ആയിട്ട് പറയാൻ പറ്റും ഇത്? എല്ലായിടത്തും മലപ്പുറത്തുനിന്ന് വരുന്നുണ്ട്, എറണാകുളം ആ സൈഡ്, ഇരിഞ്ഞാലക്കുട, എല്ലാ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. നിങ്ങളുടെ സ്കേറ്റിംഗ് ബോർഡൊക്കെ എങ്ങനെയാ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇവൻ്റെ അല്ലാതെ ഏതെങ്കിലും? ഇല്ല, സെയിം ഇത് തന്നെയാണോ വരണത്? ഓക്കെ. ഇവനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താ ഇവിടെ വരണം, അതൊന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും എന്തിനാ മെയിനായിട്ട് വരണം ഇവന്റ്? ഏതാ ഒലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടിക്കുന്ന അങ്ങനത്തെ കോമ്പറ്റീഷനാണ് വരണേ. ഓക്കെ ഓക്കെ, എനിക്ക് അതിന്റെ ഇതറിയില്ല. നിങ്ങൾ ആ വാക്കുകൾ പറഞ്ഞെങ്കിൽ മനസ്സിലായി. ആണോ? ഓക്കെ ഓക്കെ. ശ്രീരാഗ്. ശ്രീരാഗ് ബ്രോ ഇവിടെ വർക്ക് ചെയ്യണ കോച്ചാണല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ അനിയൻ്റെ ഗ്യാങ്ങിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടാ. സോ നോക്കാം എന്തായിരിക്കും പരിപാടി എന്നുള്ളത് കേട്ടാ. എടാ പക്ഷെ നിനക്ക് ജമ്പ് ചെയ്യാൻ അറിയില്ലല്ലോ? അറിയില്ല, പഠിച്ചു. അറിയോ? എന്നറിയോ? എങ്കിൽ ഓക്കെ. എനിക്കൊരു പരിചയക്കുറവുണ്ടായിരുന്നു. ഇപ്പം നമ്മളറിയാവോ എന്താണോ? ബ്രോ ആണോ കണ്ടക്ട് ചെയ്യണേ അല്ലേ? ഓക്കെ ഓക്കെ. ഒന്ന് ഓർഗനൈസ് ചെയ്ത് എന്താ ബ്രോ ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും നടക്കണത് ഉണ്ടാവും അവിടെ? ഇവിടെ ഗെയിം ഓഫ് സ്കേറ്റ് ഉണ്ടാവും, അതുപോലെ ഹൈസ്റ്റ് വലി, ലോങ്സ്റ്റ് വലി, പിന്നെ ഇവിടെ പഠിക്കാൻ കുറച്ച് പിള്ളേരുണ്ട്. ചെറിയൊരു ടിക് ടാക് എന്ന് പറഞ്ഞൊരു. ഓക്കെ ഓക്കെ. എത്ര പേര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന്? 30 പേരെ വിളിച്ചിട്ടുണ്ട്. 30 പേര് എന്തായാലും ഉണ്ടാവും. മലപ്പുറത്ത് മലപ്പുറത്ത് ടീംസാ. മലപ്പുറം, അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലേ? ഓക്കെ. 6 മണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്യാം? 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അതിനിടെ മുന്നൊരു ഇവന്റ് എന്തെങ്കിലും ഉണ്ടോ? കിഡ്സിന്റെ സൈക്ലിങ്ങിന്റെ ഇവന്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ? അതെ. ഇവിടെ സൈക്കിളിന്റെ ഇവന്റ് നടക്കുന്നുണ്ട് ആക്ച്വലി. ഞാൻ അറിഞ്ഞില്ല, കിഡ്സിന്റെ സൈക്ലിംഗ് ഇവന്റ് ആണ് നടക്കുന്നുണ്ട് കേട്ടാ. ഇത് നടക്കുന്നുണ്ടല്ലേ? കാരണം ഇങ്ങനത്തെ പരിപാടികൾ ശരിക്കും ഓർഗനൈസ് ഇങ്ങനെ കുറേ ചെയ്യണം കേട്ടോ. എന്നാലാണ് പിള്ളേർക്ക് ഇതെന്താ സംഭവം എന്ന് എന്താ സംഭവം എന്ന് മനസ്സിലാക്കി ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാണ് ട്രാക്ക് വരുന്നത്. ലൈക്ക് എന്നാലും നിങ്ങൾ ഇങ്ങനത്തെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കേട്ടോ, ഇങ്ങനത്തെ ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിൽ. ഇവിടെ അതേ ചെറിയൊരു ജമ്പ് വരുന്നുണ്ട്. അപ്പോൾ അവൻ ചാടിക്കും കേട്ടോ, കണ്ട. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ യൂട്യൂബിൽ വീഡിയോ നോക്കും. അങ്ങനെ കുറച്ചുകൂടി ലൈക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരും കേട്ടോ ഇങ്ങനത്തെ പരിപാടികൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. യെസ് കമോൺ യെസ്. അടിപൊളി ഗൈസ്. 3 റൗണ്ട് ഉണ്ട് കേട്ടോ. 3 റൗണ്ട് ഒരു ലൂപ്പ് പോലെ. ഇവിടെ നിന്ന് കറങ്ങി അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ കറങ്ങി ഈ ജമ്പ് കളഞ്ഞ് ഒരു ടേൺ എടുത്തിട്ട് വരണം കേട്ടോ. അതാണ് ഇത് വരുന്നത്. ടൈമല്ലേ നോക്കണേ? ടൈമാ നോക്കണേ കേട്ടോ. അടിപൊളി. ചക്കൻപൊളിയാണല്ലോ. കമോൺ യെസ്. ഇവൻ പുരിടാവാനട്ടാ, ജമ്പ് ചെയ്ത് കളിക്കുന്നുണ്ട് അവൻ. മോനെ പൊളി. ഇവൻ അടിപൊളി. ചെക്കന് ഭാവിയുണ്ട്. Come on. Yes. Wow, nice.
സ്കിഡ് ചെയ്ത് പൊളിച്ചിട്ട് ഒരു സ്റ്റൈലുണ്ട് ചെക്കന്. കമോൺ 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 ലാസ്റ്റ് കമോൺ. വീഡിയോ കാണാറുണ്ടോ? അടിപൊളി അടിപൊളി ജമ്പായിരുന്നു കേട്ടോ. സൂക്ഷിച്ച് തുളഞ്ഞോട്ട് അടിപൊളിയായിരുന്നു. ഏതാ രണ്ടാമത്തെ പെഡലും പറഞ്ഞ? ഓ ഇതേത് സൈക്കിള്? കോസ്മിക്കിന്റെ. അടിപൊളി. വ്ളോഗിൽ വരും നീ ജമ്പ് ചെയ്യണത് കണ്ടോളോ. പേരെന്തായിരുന്നു? ആദിശങ്കർ. എവിടെ വീട്? ആനക്കല്ല്. അടിപൊളി നല്ല ജമ്പായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എവിടെ ഉണ്ടാ? അടിപൊളിടാ. അടിപൊളി ബൈക്കായുണ്ട്. അടിപൊളി. ഓക്കെ ഗൈസ്, ഇവിടെ പിള്ളേരുടെ കിഡ്സിൻ്റെ റേസ് നടക്കുന്നുണ്ട് കേട്ടോ. റേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ അനിയനും പിള്ളേരും ഫുള്ള് പ്രാക്ടീസിങ് പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും നടക്കുമോ മോനെ? എന്തായി? പഠിച്ചാ? അതിൻ്റെ ഉള്ളിലായിരിക്കില്ലേ ജമ്പ് ചെയ്യുന്നുണ്ടാവാ? പുതിയ ആളാണോ? ഹായ്, പേര്? അന്ന് വന്നിട്ടുണ്ടായിരുന്നാ? ഇവിടെ ഷൂട്ടിങ്ങിന് വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നാ? ഇല്ല. അന്നുണ്ടായിരുന്നില്ല ഞാൻ കണ്ടിട്ടില്ല. സോ ഇവിടെ പ്രാക്ടീസിങ് പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും എത്തിയാ? വരാനുണ്ടോ? നമ്മുടെ സൈക്കിളിൻ്റെ ഇവൻറ്റും പരിപാടികളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഇവിടെ സ്കേറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നവരെല്ലാവരും ഇവിടെ റെഡി ആയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ സ്കേറ്റിംഗ് പരിപാടികൾ ആരംഭിക്കുകയാണ്. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 6 കാലമായി. സോ എല്ലാവരും എടാ ഹെൽമെറ്റ് വല്ലതും വേണോ? നീ ചെയ്യുന്നില്ല, നിങ്ങളോ? വേണ്ടല്ലോ, ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഗൈസ്, ഇവരെല്ലാവരും റൗണ്ട് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യണേക്കാട്ട് മുന്നേ ഫസ്റ്റത്തെ ഇത് വരുന്നത് ആദ്യത്തെ റൗണ്ട് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നൈസ്. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയനും ഉണ്ട് കേട്ടോ. അവൻ ഇഴഞ്ഞിഴഞ്ഞ് വരുന്നുള്ളൂ. അതേ ചെക്കൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ചെയ്ത് വരുന്നുണ്ട് അവൻ. ഇവൻ ഇത്രയും ചെയ്യായിരുന്നല്ലേ? അതെനിക്കറിയുന്നില്ല. വേഗം വേഗം വേഗം. കൊള്ളാട്ടോ. ഗേൾസും ഉണ്ട്. അതും നന്നാ. നൈസ് മാൻ. കൊള്ളാം. ഇനി ഇവര് നെക്സ്റ്റ് വരണത്, ഇവര് റൗണ്ട് അപ്പ് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് ഇത് വരണത് കേട്ടോ. എല്ലാ ഇവന്റ് ഇതുപോലെ ഇങ്ങനെ വളരണം കേട്ടോ. സ്കേറ്റിംഗ് ആയാലും MTB ആണെങ്കിലും കേട്ടോ. ഇപ്പൊ ഇത്രയും പേര് വന്നില്ലേ, അടുത്ത ഇവന്റിൽ ഇതിനേക്കാട്ടും കൂടുതൽ വരും. കമോൺ. യെസ്. ഇപ്പോൾ കോമ്പറ്റീഷന് ഇറങ്ങാൻ പോകുന്നവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡെമോ അവർ കാട്ടിത്തരാൻ പോവാണ് കേട്ടോ. ഇത് ഓർഗനൈസ് ചെയ്യുന്ന ശ്രീരാഗ് ബ്രോ ആണ് കാട്ടിത്തരാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. അല്ല, വേറെ ആരാണ് കാട്ടിത്തരാൻ പോകുന്നത് കേട്ടോ. ഇത് ഡെമോ അല്ലേ ചെയ്യണത്? ഡെമോ ആണ്. സോ ഇതുപോലെയാണ് കോമ്പറ്റീഷൻ വരുന്നത് കേട്ടോ. ഓ എടാ, മനസ്സിലായ ഇതിനെന്താ പറയാ? ടിക് ടാക്കോ? ടിക് ടാക്ക് എന്നാ ഈ ഒരു ഇതിനെ പറയാ? ഓ, അതാണ് ഫസ്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യണം അല്ലേ? അതാണ് ഫസ്റ്റ്. നിലത്ത് കുത്താണ്ട സാധനം ചെയ്യണം. ടിക് ടാക്ക് എന്ന് പറയും. അതാണ് ഫസ്റ്റ് ഇത് വരുന്നത്. സനിയൻ്റെ ഇത് തുടങ്ങിയിട്ടാ. ഫസ്റ്റത്തെ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ടിക് ടാക്ക് അടിച്ച് ആദ്യം എത്തുന്ന ആളായിരിക്കും തോന്നുന്നുണ്ട്. അനിയൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് അനിയൻ നിൽക്കുന്നത് കേട്ടോ. ബാക്കിലോട്ട് നോക്കല്ലേ? സൂപ്പർ ബാക്കിലോട്ട് നോക്കണേ. ലാസ്റ്റ് റൗണ്ട് കേട്ടോ. ലാസ്റ്റ് റൗണ്ട് അനിയൻ്റെ. ചെല്ല് വേഗോട്ടെ. കമോൺ. ഇങ്ങനെ ചെയ്ത് പോകണം കേട്ടോ അറ്റം വരെ. ബാക്കിൽ ഒരാളോട് ഇടാ. വിട്. എന്തായി? ടിക് ടാക്ക് എന്തായി? കഴിഞ്ഞോ നിന്റെ? 3 റൗണ്ടാണ് ഉണ്ടായിരുന്നേ. നീ ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിന്റെ പൊസിഷൻ എത്രയാ? 4th. അത് കുഴപ്പമില്ല. ഇനി അടുത്തതുണ്ടോ? അങ്ങനെ ഇനി നെക്സ്റ്റ് ഇവന്റ് ആണോ അവരുടെ? ഒലി എന്ന് പറഞ്ഞാൽ അത് ജമ്പ് ചെയ്യണത്. മറ്റേ ഓരോ സ്കേറ്റിംഗ് ബോർഡ് വെച്ച് ജമ്പ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
ടിക് ടാക്ക് കഴിഞ്ഞോട്ടെ. ഈ ഒലി എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റെ വരണ 1-2 പേരും വരാനുണ്ട്. ഇവർ ജസ്റ്റ് ഇവിടെ പ്രാക്ടീസിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അനിയൻ ഈ സാധനം പേടിയാന്ന് തോന്നുന്നുണ്ട്. ദൈവമായി ഈ സാധനം ചാടിക്കും കേട്ടോ. ഓ, ഒരു സ്കേറ്റിംഗ് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ ജമ്പിങ് ആണ് പരിപാടി. ലാൻഡിങ് ഇതാക്കണം കേട്ടോ. വാവ്, നൈസ്. ഇനി ഇതിൻ്റെ മേലെ ഓരോ ലെവൽ ഇങ്ങനെ വെച്ച് പോകട്ടോ. അടുത്ത ആള് ഓരോന്നോരോന്ന് എടുത്തെടുത്ത് വയ്ക്കും കേട്ടോ. അതിൽ ഓരോ ലെവൽ ഇങ്ങനെ കയറി വരും. എന്നിട്ട് ഏറ്റവും ഹയസ്റ്റ് ജമ്പ് ചെയ്യുന്നവരാണ് ജയിക്കുക അല്ലേ? അല്ല, പ്രാക്ടീസാണ്. അല്ല അങ്ങനെയല്ലേ? ഓരോന്നോരോന്ന് ബാക്കിൽ ഇത്. ഓക്കെ. ഹയസ്റ്റ് ആ ബോർഡ് 6 എണ്ണം പോവാൻ വെച്ചിട്ടുണ്ട്. പോയവരുണ്ട്. എൻ്റെ പൊന്നെ, ഇതിപ്പോൾ 2 എണ്ണം ആയിട്ടുള്ളൂ കേട്ടോ. 6 എണ്ണം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് ആയില്ലേ. അതിൻ്റെ മേലെ കൂടെ ജമ്പ് ചെയ്യണവരുണ്ട്. ഇന്ന് കാണാൻ പറ്റും അത് 6 എണ്ണത്തിൻ്റെ മേലെ കൂടെ നോക്കി നോക്കാം. ഏതൊരു പ്രൈസ് മണി എത്ര? എന്താ സ്കേറ്റിംഗ് ഷൂസ്? അടിപൊളി. ഇതിന് ജമ്പിങ്ങിന് പ്രൈസ്. പിന്നെ ഏതാ പറഞ്ഞത്? ഗെയിം ഓഫ് സ്കേറ്റ് എന്താ പറഞ്ഞത്? ഒരാള് 2 പേര് തമ്മിൽ മത്സരിക്കും. ഒരാൾ ഒരു ട്രിക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആൾ ആ സെയിം ട്രിക്ക് ചാൻസ് പോയി. അങ്ങനെ 5 ലെറ്റർ പോയി കഴിഞ്ഞാൽ അവർ ഔട്ടായി. അവർക്ക് ഷൂസ്, സ്കേറ്റിംഗ് ഷൂസ്. ഓക്കെ, മനസ്സിലായി. അത് ലാസ്റ്റ് ആണോ അവരുടെ ഇവന്റ്? വരാനുണ്ട്. ഓക്കെ. നമ്മുടെ ഡാനി മെക്കാസ്കിലും അതുപോലെ തന്നെ വേറൊരു ഇതായിരുന്നുണ്ട്. അവരുടെ പേര് ഞാൻ വിട്ടുപോയിട്ടാ. അവർ 2 പേരും കൂടി അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. എനിക്കത് പെട്ടെന്ന് കത്തി ആ സംഭവം മനസ്സിലായി. ഇത് പൊളിക്കൂട്ടോ, അടിപൊളിയായിരിക്കും, രസമായിരിക്കും തോന്നുന്നുണ്ട്. എൻ്റർടൈനിങ് ആയിരിക്കും. പരിപാടി അവിടെ നടക്കട്ടെ കേട്ടോ. അവിടെ സ്കേറ്റിങ്ങിന് നടക്കുന്നുണ്ട്, ബാക്കിൽ സൈക്ലിങ്ങിന് നടക്കുന്നുണ്ട് കേട്ടോ. സൈക്ലിങ്ങിൻ്റെ അവിടെ നടക്കുന്നുണ്ട്. ചെക്കൻ എന്തായാലും അവിടെ പ്രാക്ടീസ് ചെയ്ത് പോയാണ്ടാവുന്നുണ്ട്. ലൈക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ജസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആവണതല്ല. ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുമ്പോൾ, എക്സ്പോഷർ കിട്ടുമ്പോൾ പുതിയ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റും. അവരുടെ സ്കേറ്റിംഗ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിന് നൈസൊരു ഐഡിയ കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങോട്ട് അവനെയും കൊണ്ട് വരാമെന്നും പറഞ്ഞത്. സോ എന്തായാലും എനിക്ക് അവിടുത്തെ റിസൾട്ട് എന്തായാലും അറിയണം. ആ ചാടിയ പയ്യനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് കിട്ടാൻ അറിയില്ല, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അറിയില്ല. സ്പീഡ് അവനായിരുന്നു. ടൈം നോക്കി നോക്കാം. ഇവിടെ സ്കേറ്റിങ്ങിൻ്റെ ഒലിവ് മറ്റേ ബോർഡ് വെച്ചിട്ട് ജമ്പ് ചെയ്യണമെന്ന് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. എല്ലാവർക്കും അറിയായിരിക്കും ജോയൽ ജോഷിനെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് കുട്ടികളുടെ സൈക്ലിങ്ങിനുള്ള ഇൻസ്പിറേഷൻ, അതുപോലെ തന്നെ വീഡിയോ കാണല്, ഒത്തിരി കാണല്. ഇവിടെ എന്താ പറയാ, സൈക്ലിങ്ങിന് ഇവിടെ വന്ന് ചോദിക്കാറുണ്ട്, ജോയൽ ജോഷിയാണോ ഇത്, ഇടയ്ക്ക് വരുന്നോണ്ട് ജോയൽ ജോഷിയാണോ, അങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോ ജോയൽ ജോഷി ആയിരിക്കും ഇനി ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. ഞാൻ അനൗൺസ് ചെയ്യാം. സെറ്റായ പോലെയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. ബാഗും ഉണ്ടോ? ഒരു ക്യാമറ പിടിച്ച് ഫോട്ടോ എടുക്കാൻ അപ്പോൾ കൂടി ഇങ്ങോട്ട് നോക്ക്. വെളിച്ചില്ല ഇപ്പുറത്തോണി തോന്നി പ്രതിയുന്നോ? ആ കൂട്ടി അവിടെ നിന്നോ, പുറത്തിറങ്ങിന്നോ കൂടെ ഓക്കെ. ഫസ്റ്റ് അല്ലേ ഒന്ന്? കൺഗ്രാറ്റ്സ്. ഏതാ സബ്സ്ക്രൈബറോ? താങ്ക് യു. വീഡിയോ വ്ളോഗ് വരും കേട്ടോ. ഗൈസ്, നമ്മുടെ പയ്യണ്ട ചെക്കൻ ജമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ പൊസിഷൻ ആയിരുന്നു? അടിപൊളി. അവൻ നൈസായിട്ട് ചെയ്തത്. ബാക്ക് സപ്പോർട്ട് നിങ്ങളാണോ? ആബയുടെ ചേട്ടനല്ലേ? ആബയുടെ ചേട്ടൻ. ഓക്കെ. അതൊന്നും അറിയണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ അത്ര നേരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. ബൈ ദ വേ, ഡെക്കാത്തലോൺ സർപ്രൈസ് ആയിട്ട് എന്നെ കൊണ്ട് കുടിപ്പിക്കും. ഞാനത് അറിഞ്ഞില്ല കേട്ടോ. അയ്യോ, എന്തായിടാ ഇവിടെ എന്തായി? ഒലിവ് സ്റ്റാർട്ട് ചെയ്താ 2 ഇത് മാത്രമായിട്ടുള്ളൂ? കയറി വരും.
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒലിവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ ജമ്പിങ് പരിപാടി ഇതായിട്ടുണ്ട് കേട്ടോ. അതിലിപ്പോൾ 2 ആയിട്ടുള്ളൂ. 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം 2, അതിനുശേഷം ഓരോരോ ഇതുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഗൈസ് ഇവിടെ 6ാമത്തെ ഇത് വെച്ച് തുടങ്ങി കേട്ടോ. 6 ബോർഡിൻ്റെ ലോങ്ങസ്റ്റ് ഇതാക്കി തുടങ്ങിയിട്ടുണ്ട്. സൗണ്ട് കുറച്ചു. ഓ 6 ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. 1, 2, 3, 4, 5, 6 ബോർഡ് വെച്ചിട്ടുണ്ട്. 6 ബോർഡ് വെച്ചിട്ട് ലോങ്ങസ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. മറ്റേത് ഹയസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ലോങ്ങസ്റ്റ് ഇതാണ് ചാടിക്കാൻ നോക്കണത് കേട്ടോ. അപ്പോൾ അവൻ വരുന്നുണ്ട്. സാധനം എൻ്റെ മോനെ പൊളിച്ച് ഹെവി ആട്ടോ. 6 ബോർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതായിട്ടോ. അവർ തന്നെ ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് കാണുമ്പോൾ. ഇവൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഓ 7 ബോർഡ് വെച്ചു കേട്ടോ. 6 ബോർഡ് എന്നുള്ളത് 7 ബോർഡാക്കിയപ്പോൾ. കമോൺ ഗൈസ്, 7 ബോർഡ് മോനെ. 7 ബോർഡ് വെച്ചിട്ട് അടുത്ത ആള് സീൻ. കമോൺ മോനെ, പൊളി നൈസ്. ചെയ്യുന്നുണ്ട്. കാല് കാണുമ്പോൾ പേടിയാവുന്നുണ്ടോ. അടുത്ത ആള് വരുന്നുണ്ട്. അടുത്ത ആള് 7 ബോർഡ് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തവര് നല്ല സ്പീഡിൽ വരണം കേട്ടോ. നല്ല സ്പീഡിൽ വന്നിട്ടോ. മോനെ നല്ല സ്പീഡിൽ വന്നാലേ ഈ സാധനം നമുക്ക് കിട്ടുള്ളൂ. വേണ്ട പണിയാ. ഓരോരുത്തർ വന്ന് ചെയ്തോണ്ടിരിക്കണ്ട. എന്തേ നീ ചെയ്യണല്ലേ ഇത്? ഏത് നീ ചെയ്യടാ. ഓരോരുത്തരും വന്ന് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. ഓരോരുത്തര് പേര് വിളിക്കുന്നതിനനുസരിച്ചിട്ട് വന്നോണ്ടിരിക്കുക. പൊളി. അടുത്തത് ജെറിൻ. എനിക്ക് ലാസ്റ്റത്തെ ഇവന്റ് കാണണ്ട കേട്ടോ. ലാസ്റ്റത്തെ ഇവന്റ് 6 വരും കേട്ടോ. ഇപ്പം 4 ഇപ്പൊ എത്ര വെച്ചിട്ടാ? 3 ഇപ്പം 3 ഉള്ളൂ കേട്ടോ. ഇപ്പൊ 3. അതിനുശേഷം ഓരോരുത്തരും കയറി വരും. അങ്ങനെ നമ്മള് 5th ബോളിലേക്കാണ് കേട്ടോ. എന്റെ പൊന്നെ 5th ബോർഡ് 5 ബോർഡായിട്ട് 5 സ്കേറ്റിംഗ് ബോർഡ് ഒരുമിച്ച് വെച്ചിട്ടാണ് ഇപ്പൊ അവര് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത സെക്ഷൻ വരുന്നത് ഇതിലൊന്നും അനിയൻ ഇത് നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് അനിയനെ കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊന്നും നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോരുത്തരായി ഈ ബ്രോ നൈസായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അറം പറ്റിപ്പോയിന്നുകൊണ്ട്. അടുത്തത് ഇവനാണ്. അടുത്ത ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഹയസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ലോങ്ങസ്റ്റ് വരണത് 2 ബോർഡിന്റെ നേരെ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. നേരെ വെച്ചിട്ട് അടുത്ത ഇവന്റ് ഇത് വരണത് കേട്ടോ. അനിയന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമുക്ക് പയ്യ വിട്ടാലോ പോവാ. അവിടുത്തെ ലോങ് ജമ്പും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയിട്ടാ. ഞങ്ങൾ അൽഫാം കഴിക്കാൻ വേണ്ടി വന്നു. നീ പുറത്ത് പോയിട്ട് എത്ര നാളെ കഴിച്ചിട്ട്? ലാസ്റ്റ് കുറച്ച് ആളായില്ലേ? ഞാനാണ് കൂടുതലും മന്തി കഴിക്കാൻ അത് കഴിക്കാനൊക്കെ. ട്രിപ്പ് പോയപ്പോൾ കഴിച്ചതാ. പിന്നെ അവനും കഴിച്ചിട്ടില്ല. ഞങ്ങൾ മന്തി ഡേറ്റ് ആണ് ഗൈസ്. മന്തി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. മന്തി ഇവിടുത്തെ നല്ലൊരു മന്തിയാണ്. ഹൈവേയിലുള്ളതാ. ഏതാ സോറി എപ്പോഴും മന്തി കഴിച്ച് അൽഫാം കഴിക്കാൻ വേണ്ടി വന്നിരിക്കേണ്ട. നല്ല ചൂട് മുരിഞ്ഞ അൽഫാം. മയണൈസ് നീ എടുത്തോ. ഞാൻ മയണൈസിന് വിരുദ്ധമാണ്. ഇഷ്ടമല്ല ഗൈസ് മയണൈസ്. സോ നല്ല ചൂട് മന്തി. നല്ല പൊള്ളലുണ്ട് കേട്ടോ. ചൂട് സാധനം. അല്ല ഗൈസ് അൽഫാം കേട്ടോ. മന്തി കഴിക്കട്ടെ. സോറി അൽഫാം കഴിക്കട്ടെ.
അങ്ങനെ ഫൈനലി നമ്മൾ മന്തി കഴിക്കാതെ അല്ല അൽഫാം കഴിച്ച് നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇമ്പോർട്ടഡ് ക്വാളിറ്റി സൈക്കിളുകൾ വേണമെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നില്ലേ? ഇന്ന് ഫുള്ള് അനിയൻ്റെ ദിവസമായിരുന്നു കേട്ടോ. ഫുള്ള് അനിയൻ്റെ ദിവസമായിരുന്നു. സ്കേറ്റിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് എങ്ങനെയാണ് എനിക്ക് ചൂടെടുക്കണില്ലേന്ന് ഞാൻ ആലോചിക്കണേ. 2-3 ജോഡി ഡ്രസ്സൊക്കെ ആയിട്ട് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളും പങ്കെടുക്കുക. ഇവൻ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. ഇവനായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഫണ്ണായിരിക്കും. ഞാൻ എൻജോയ് ചെയ്തു പരിപാടി. എന്തായാലും സ്റ്റേ ട്യൂൺ. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.